ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ. സഭയുടെ 267ാമത് അധ്യക്ഷനായി ലിയോ 14 സാരഥ്യമേറ്റെടുത്തു. വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണെന്നും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകുമെന്നും പോപ്പ് പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനം, ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകും. പോപ്പ് ആദ്യ വാക്കുകളിൽ തന്നെ എല്ലാവരെയും പരിഗണിക്കുന്നുവെന്നോ? തീർച്ചയായും കൃഷ്ണരാജ്, എല്ലാവരെയും, ലോകത്തെ മുഴുവൻ പോപ്പ് തൻ്റെ ആദ്യ അഭിസംബോധനയിൽ പരിഗണിച്ചുവെന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ മതസ്ഥരുമായുള്ള സൗഹൃദം പ്രധാനമാണ്, മാനവികതയാണ് പ്രധാനമെന്ന കൃത്യമായൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷമുള്ള ആ അഭിസംബോധനയിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണം നടന്നത്. ഇന്ന് 1:30-ഓടെ, അതായത് ഇന്ത്യൻ സമയം 1:30-ഓടുകൂടി സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഭാഗമായുള്ള ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയായിരുന്നു. ഈ ചടങ്ങുകളിൽ ഏറ്റവും സുപ്രധാനമായത് നമുക്കറിയാവുന്നതാണ്, പാപ്പയുടെ പ്രാർത്ഥന ചൊല്ലുന്ന, അതായത് ആ ചടങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ നിയുക്ത മാർപ്പാപ്പ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം കർദിനാൾമാർ 2 ഭാഷയിൽ 3 കർദിനാൾമാർ ഇതേ പ്രാർത്ഥനകൾ, ഈ സമാനമായ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുകയും മറ്റു പ്രാർത്ഥനകൾ അതിന് സമാനമായ മറ്റു പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾ നടക്കുന്നത്. അതിലൊന്ന് പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പോപ്പിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിലൊന്നാണ് പാലിയം എന്ന് പറയുന്ന ഒരു സ്ഥാനവസ്ത്രം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു വസ്ത്രമണിയിക്കുന്ന ചടങ്ങ്. ആ വസ്ത്രമണിയിക്കുന്ന ചടങ്ങിനും ചില പശ്ചാത്തലങ്ങളുണ്ട്, ചരിത്ര പ്രാധാന്യങ്ങളും സിംബോളിക്കായ ചില പ്രാധാന്യങ്ങളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിലുള്ള വസ്ത്രമണിയിക്കുകയും അതുപോലെ തന്നെ അധികാരമോതിരം, ഫിഷർമെൻ റിംഗ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുക്കുവൻ്റെ മോതിരം എന്നൊക്കെ പറയുന്ന ആ മോതിരം അണിയിക്കുന്നത് ചടങ്ങ്. ഈ 2 ചടങ്ങുകളുമാണ്. ഈ 2ഉം ഏറ്റുവാങ്ങുന്നതോടുകൂടിയാണ് പോപ്പായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ പോപ്പായി അവരോധിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും കുർബാന പൂർത്തീകരിക്കുകയും ചെയ്തത്. ശ്രേഷ്ഠമായൊരു കുർബാനയിലൂടെ തൻ്റെ ജീവിതം മറ്റൊരു ഭാഗത്തേക്ക്, മറ്റൊരു ശൈലിയിലേക്ക് തിരിയുന്നു എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം അറിയിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കണം, എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള ക്രൈസ്തവ സന്ദേശം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഭവ വികാസം, അല്ലെങ്കിൽ ഒരു നീക്കം എന്നുള്ളത്. തീർച്ചയായും ഈ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി അദ്ദേഹം അവരോധിക്കപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത്. യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം കുർബാന അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശീർവാദത്തിൽ അക്കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ഏവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുർബാന അവസാനിക്കുകയും ചെയ്തത്. കുർബാനകൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് അധ്യക്ഷനായി ലിയോ 14 സാരഥ്യം ഏറ്റെടുത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.